ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതിൻ്റെ പേരാണ് ചിക്കൻ റാഷ്. അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. എല്ലില്ലാത്ത ചിക്കൻ ഒരു 300 ഗ്രാം, ക്യാപ്സിക്കം ഒരെണ്ണം കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സവാള ഒരെണ്ണം, ഒരു വലിയ സവാളയാണ്. വറ്റൽമുളക് ഒരു 4-5 എടുക്കുക. കുറച്ച് പെരിഞ്ജീരകം, നാരങ്ങ നീര്, ലേശം ചിക്കൻ മസാല, ഗരം മസാല, പെരിഞ്ജീരകം, ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടാം. എണ്ണ ആദ്യമായിട്ട് ഒഴിക്കാം. അത് എണ്ണ ചൂടായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ ചിക്കൻ്റെ പീസ് നമുക്കൊന്ന് വറുത്തെടുക്കാം. അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ചിക്കൻ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റെഡിയായിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. ഇത് ഫുള്ള് കൂടുതലായിട്ട് മുരിഞ്ഞ് വരണമെന്നില്ല. മുരിഞ്ഞ് പോയാൽ പിന്നെ ടൈറ്റായി ഭയങ്കര കട്ടിയായി. അപ്പോൾ കുറച്ച് സോഫ്റ്റായിരിക്കാൻ വേണ്ടി ഒരു 3/4 വേവ് വെന്താൽ മതി. ഇപ്പോൾ അത് 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് പെരിഞ്ജീരകവും ഒരു 3-4 വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സവാള ആഡ് ചെയ്യാം. സവാള ഇട്ടു. എപ്പോഴും ഫ്ലെയിം നമ്മൾ കൂട്ടി വയ്ക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് യൂസ് ചെയ്യാം, ഉപയോഗിക്കാം. അതല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ട് മൂത്ത് പോയാൽ അതിന് ടേസ്റ്റ് വരും. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇത് സോയ 1 സ്പൂൺ, റെഡ് ചില്ലി, അതിന് ടൊമാറ്റോസ്, ഇത് 3 കൂടെയുള്ള ഒരു മിശ്രിതമാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി വേണ്ടത് അല്പം കോൺഫ്ലവറാണ്. അത് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. അത് ഇളക്കുക. ഓക്കെ. അടുത്തതായി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഒരൽപ്പം വെള്ളമൊഴിക്കാം. ഇനി ഏകദേശം ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. മൂടി തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ റാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്യാം. അതിനായി നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.
അപ്പം നമ്മുടെ ചിക്കൻ റാഷ് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.